നമസ്കാരം. ആത്മാവിൻ നിക്ഷേപത്തെ വർദ്ധിപ്പിക്കാനുള്ള കാലമാണ് നോമ്പുകാലം. ആലസ്യം കൂടാതെ പൂർത്തീകരിക്കണമെന്നാണ് ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ പലപ്പോഴും നമ്മൾ കാണുന്നത്. ആത്മനിക്ഷേപത്തിൽ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ച് യേശുക്രിസ്തു തന്നെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ കളപ്പുരയിൽ അനേക വർഷങ്ങളിലേക്കുള്ള വിഭവങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് സ്വയം പറയുന്ന ഭോഷനായ ധനികൻ്റെ കഥയാണത്. അതിൻ്റെ ഒടുക്കം സുവിശേഷത്തിലെ വരി ഇങ്ങനെയാണ്: ദൈവകാര്യത്തിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കുന്നവൻ്റെ സ്ഥിതിയെക്കുറിച്ച് യേശു ഇങ്ങനൊരു ഉപമ പറഞ്ഞു എന്നാണ്. ഭഗവത്ഗീത 16-ാം അധ്യായത്തിൽ ദൈവിക ആസ്വര സമ്പത്തുകളുടെ വിഭജനത്തിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: ഭയമില്ലായ്മ, അന്ധക്കരണശുദ്ധി, അറിവ് നേടാനുള്ള പ്രയത്നം, ആരെയും ദ്രോഹിക്കാതിരിക്കൽ, സത്യദീക്ഷ, മനസ്സ് ശാന്തമാക്കി വെക്കുക, വക്രതയില്ലായ്മ, ക്രോധമില്ലായ്മ, പരദൂഷണം ചെയ്യാതിരിക്കൽ, മൃദുസ്വഭാവം, ത്യാഗം, ക്ഷമ, ധൈര്യം, ബാഹ്യ ആഭ്യന്തര ശുദ്ധി എന്നിവകളിലൂടെ ദൈവിക സമ്പത്തിലേക്ക്, ആന്തരിക സ്വാസ്ഥ്യത്തിലേക്ക് നാം നയിക്കപ്പെടുന്നു. ഇനി ആസുര സമ്പത്തുകളുടെ പട്ടികയിൽ ചിലത് നോക്കുക. തനിക്കില്ലാത്ത ഗുണങ്ങൾ എനിക്കുണ്ടെന്ന് നടിക്കുക, അധ്വാനമില്ലാത്ത ധനം, വിദ്യ കൊണ്ടുള്ള മതം, ദുരഭിമാനം, കോപം, ക്രൂരമായ വാക്കും പ്രവൃത്തിയും, അവിവേകം, ഇങ്ങനെ ആണ് പറഞ്ഞു പോകുന്നത്. അനുയോജ്യവും മിതവുമായ ആഹാരവിഹാരാദികളിലൂടെ ദൈവിക സമ്പത്ത് ആർജിച്ചെടുക്കാനാവും എന്നാണ് ഗീതയിൽ തുടരുന്നത്. നമ്മുടെ ഉപവാസകാലത്ത് ഓർക്കാനുള്ള ഒരു കൗതുക പാഠം കൂടി ഇവിടെയുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ അതിനായിട്ടാണ് ആഹാരം കഴിക്കുന്നത്. കഴിക്കുന്ന ആഹാരത്തിൻ്റെ സ്ഥൂലാംശം മലമായും, മധ്യമമായ അംശം മാംസമായും, സൂക്ഷ്മാംശം മനസ്സായും പരിണമിക്കുന്നു അത്രേ. അതിനാൽ ആഹാരം സിദ്ധമെങ്കിൽ ആത്മശരീര മനസ്സുകളുടെ ശുദ്ധി സാധ്യമെന്ന് വിവക്ഷിക്കാം. ആഹാരത്തിൻ്റെ വൈബ്രേഷൻ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അധികം എരിവ്, പുളി, മധുരം എന്നിവ രജോ ഗുണ പ്രധാനിയാണ്. ഈഗോയെ അത് നന്നായി ഉണർത്തും. പഴകിയതും ശുദ്ധമില്ലാത്തതുമായ ഭക്ഷണം തമോ ഗുണപ്രധാനമാണ്. അവ ആലസ്യത്തിലേക്ക് നയിക്കും. മിതവും ഹിതവുമായ ആഹാരമാണ് സാത്വിക പ്രധാനം. അത് ക്ഷമയും ശാന്തിയും നൽകുന്നവയാണ്. ഉപവാസം മനസ്സ് നിർമ്മലമാകേണ്ട ശുഭനിമിഷങ്ങളാണ്. നിർഭാഗ്യവശാൽ ആത്മനിക്ഷേപത്തെ വർദ്ധിപ്പിക്കാനുള്ള നോമ്പുകാലത്തും തനിക്ക് തന്നെ സമ്പന്നനായി തീരാനുള്ള നമ്മുടെ വ്യാമോഹങ്ങൾക്ക് ഒട്ടും അറുതി വരുന്നില്ലല്ലോ പ്രിയരെ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു വിചാരമുണർത്തുന്ന നോമ്പെന്ന പ്രഹരത്തിലും നമ്മുടെ മയക്കങ്ങളൊന്നും അവസാനിക്കുന്നില്ലല്ലോ. നമസ്കാരം.